മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മുതലായ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയത്തിൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന മാർഗദീപം സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണ്, അതുപോലെ അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ്, അപേക്ഷ നൽകുന്നതിന് എന്തൊക്കെ രേഖകളാണ് ആവശ്യം, അതുപോലെ ഈ ഒരു സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്. മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം 1500 രൂപയാണ് സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് ഷീറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അവർക്ക് വരുമാനവും അതുപോലെ സ്കോളർഷിപ്പിന് പരിഗണിക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അവർക്ക് സ്കോളർഷിപ്പ് നൽകുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് 30% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മതിയായ പെൺകുട്ടികൾ ഇല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് ആൺകുട്ടികൾക്ക് നൽകും. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥി മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മുതലായ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി ആയിരിക്കണം. കൂടാതെ ഈ വിദ്യാർത്ഥി നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയത്തിൽ 1 മുതൽ 8 വരെയുള്ള ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആളായിരിക്കണം. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥി ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥി കേരളത്തിലെ സ്ഥിര താമസക്കാരനായിരിക്കും. മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടല്ല. ഇതിനൊരു അപേക്ഷാ ഫോം ഉണ്ട്. ഒന്നല്ലെങ്കിൽ www.margadipam.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയെന്നോ അല്ലെങ്കിൽ CSC കേന്ദ്രത്തിൽ നിന്നൊക്കെ പ്രിന്റ് എടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഫോം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ ഈ ഒരു ഫോം പ്രിന്റ് എടുത്തതിന് ശേഷം കൃത്യമായിട്ട് പൂരിപ്പിക്കുക. പൂരിപ്പിച്ചതിന് ശേഷം ഇതിന്റെ കൂടെ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും വെച്ചിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിൽ സമർപ്പിക്കണം. എന്നിട്ട് സ്കൂളിൽ നിന്നും നിങ്ങളുടെ സ്കൂളിലെ ക്ലർക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആണ് ഇത് മാർഗദീപം പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യുക. 2025-26 അധ്യയന വർഷത്തെ മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 12-ാം തീയതിയാണ്. അപ്പോൾ ഇനിയും ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കരുത്. കാരണം ഇതിനാവശ്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാനുണ്ടാവും, വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കാനുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ സ്കോളർഷിപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന്റെ അപേക്ഷയുടെ കൂടെ എന്തൊക്കെ രേഖകളാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ടത് വിദ്യാർത്ഥിയുടെ ആധാർ കാർഡാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ പേര് ഉൾപ്പെടുന്ന റേഷൻ കാർഡിന്റെ കോപ്പി വെക്കണം. അതുപോലെ വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കും ഇതിന്റെ കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വെക്കണം. പിന്നെ നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം. അപ്പോൾ ജാതിയും മൈനോറിറ്റി ഒന്നിച്ച് വെക്കേണ്ട, അതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. അതുപോലെ ഈ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട മറ്റൊരു രേഖ എന്ന് പറയുന്നത് തൊട്ടു മുന്നത്തെ ക്ലാസ്സിലെ അവസാന വർഷ പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് അഥവാ ഗ്രേഡ് ഷീറ്റ് ആണ്. ഇപ്പൊ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ സ്കൂൾ മാറി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തൊട്ടു മുന്നേ പഠിച്ച സ്കൂളിൽ നിന്നും ആ ഗ്രേഡ് ഷീറ്റ് വാങ്ങിയിട്ട് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം. പിന്നെ വിഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വെക്കണം. അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ട കുട്ടികളാണെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റും അപേക്ഷയുടെ കൂടെ വെക്കണം. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ ഒന്നും കൈവശം ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് വാങ്ങാം. ഒന്നല്ലെങ്കിൽ ഇ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴിയോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷ നൽകാം. അപ്പോൾ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷമാണ്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ വാങ്ങിയ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ വാങ്ങിയ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ല, അതിന് അപേക്ഷിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ, നിങ്ങൾ അക്ഷയയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൻ്റെ ആധാർ കാർഡ്, അതുപോലെ റേഷൻ കാർഡ്, സ്ഥലത്തിൻ്റെ നികുതി അടിച്ച രസീത്, ഇനി ശമ്പള വരുമാനമുള്ള ആളുകളതിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെക്കേണ്ടത്. പിന്നെ ഒരു അഫിഡവിറ്റ് ഉണ്ടാവും. ആ അഫിഡവിറ്റ് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ തരും. അത് ഫില്ല് ചെയ്ത് അവിടെ കൊടുത്താൽ മതി. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും മാതാപിതാക്കളുടെ SSLC അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകണം. അതുപോലെ വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ്, ഇങ്ങനെയുള്ള രേഖകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ മൈനോറിറ്റി അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ പല രക്ഷിതാക്കളും പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം സ്കോളർഷിപ്പിന് കൊടുത്തിരുന്നു, കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടണം എന്നില്ല. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്
കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂട്ടി പരമാവധി 30 പോയിന്റ് ഉണ്ട്. ആ 30 പോയിന്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന കുട്ടികളെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി പരിഗണിക്കുക. അതിൽ ഈ വിദ്യാർത്ഥിയുടെ വരുമാനം അത് പരമാവധി 10 പോയിന്റിൽ എത്രയാണോ അതിനനുസരിച്ച് വരും. അതായത് കുറഞ്ഞ വരുമാനമുള്ള കുട്ടിക്ക് കൂടിയ പോയിന്റ് വരുന്ന രീതിയിൽ വരും. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഗ്രേഡ് ആണ്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിലെ അവസാന വർഷ പരീക്ഷയുടെ ഗ്രേഡ്. അതിപ്പോൾ A+ ഗ്രേഡ് ആണെങ്കിൽ 12 ഉണ്ടാവും, A ഗ്രേഡ് ആണെങ്കിൽ 11, B+ ആണെങ്കിൽ 10, അങ്ങനെ ആ തോതിൽ അതിനും ഒരു പോയിന്റ് കൊടുക്കും. അതുപോലെ വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഒരു 4 പോയിന്റ് ഉണ്ടാവും. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇതിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട ആളാണെങ്കിൽ അവർക്ക് 2 പോയിന്റ് ആണ് ഉണ്ടാവുക. അച്ഛനും അമ്മയും മരണപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 4 പോയിന്റ് ഉണ്ടാവും. ഇത്തരത്തിൽ പോയിന്റ് 30, പരമാവധി 30 പോയിന്റ് ഉണ്ടാവുക. ഇതിൽ ഓരോ പോയിന്റ് കണക്ക് കൂട്ടി ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ മാർഗദീപം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.